സൗദി അറേബ്യയുടെ ഡിഫാക്ടോ റൂളർ മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഗ്ലോബലായിട്ടുള്ള പ്രാധാന്യം വലിയ രീതിയിലാണ് ഇൻ്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരുമിച്ചിരുന്ന് വൈറ്റ് ഹൗസിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട 2-3 പോയിന്റുകൾ. ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അഡഗ്നോൻ ഖഷോഗി വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ടറായിരുന്നു ടർക്കിയിൽ. അദ്ദേഹം അതായത് നേറ്റീവ് എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ്. അദ്ദേഹം സൗദി എംബസിയിൽ ഇസ്താംബുളിൽ പോവുകയും അവിടെ വെച്ച് അയാൾ കൊല്ലപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസി നടത്തിയ തെളിവെടുപ്പും പരിപാടികളിലുമെല്ലാം അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ഖഷോഗിയെ കൊന്നത് സൗദിയുടെ ഇപ്പോഴത്തെ റൂളറായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ. അദ്ദേഹം കൊടുത്ത ഓർഡറിലാണ് ഈ സംഭവം നടന്നത്. അവിടെയാണ് പ്രാധാന്യം. അതിനു മുമ്പ് അത് കഴിഞ്ഞ ശേഷം അമേരിക്കൻ പ്രസിഡന്റായി വരുന്ന ജോ ബൈഡൻ കൊടുത്തൊരു വാഗ്ദാനം പബ്ലിക്കിന്. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ മുഹമ്മദ് ബിൻ സൽമാനെ അറസ്റ്റ് ചെയ്യും. ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ഇലക്ഷൻ തോക്കുന്നു. അയാളെ കൊണ്ടും ചെയ്യാൻ പറ്റത്തില്ല. സൗദിയുമായിട്ടുള്ള ജോ ബൈഡൻ്റെ ബന്ധം അകന്നു. ജോ ബൈഡൻ 2-3 പ്രാവശ്യം ഈ ഓയിലിൻ്റെ വില കുറയ്ക്കണം, റഷ്യ ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ട് ഫോൺ റിയാക്ട് ചെയ്തില്ല. പിന്നീട് ട്രംപ് അധികാരത്തിൽ വരുന്നു. ഈ ക്ലീൻ ചീറ്റങ്ങൾ കൊടുത്തു. അതാണ് ഇന്നലത്തെ ആ പത്രസമ്മേളനത്തിന് ഏറ്റവും പ്രാധാന്യം. അതായത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, ഈ ഖഷോഗിയുടെ മരണത്തിന് ഈ മുഹമ്മദ് ബിൻ സൽമാന് യാതൊരു പങ്കുമില്ല. ഒന്നാമത്തത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, മുഹമ്മദ് ബിൻ സൽമാനെ കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് സമ്മതിപ്പിച്ചു എബ്രഹാം അക്കോർഡ് സൈൻ ചെയ്യണം. അതായത് 2026 പകുതിയിൽ ഇത് സൈൻ ചെയ്യുമെന്നാണ് ചില മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ മീഡിയാസ്, ജൂയിഷ് മീഡിയയും ബ്ലോഗേഴ്സും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എന്ന് പറയുന്നത്, സൗദിക്ക് മറ്റൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതായത് സൗദിയെ ആക്രമിച്ചാൽ അമേരിക്കയെ ആക്രമിക്കും എന്ന രീതിയിൽ സൗദി അറേബ്യ അമേരിക്കയെ തമ്മിൽ ഒരു കരാറിൽ ഒപ്പിടണം. നേരത്തെ അത് ഇസ്രായേല് ഖത്താറിനെ ആക്രമിച്ച സമയത്ത് അതിനുശേഷം ഖത്താറുമായിട്ട് അങ്ങോട്ട് കരാറിൽ അമേരിക്ക. അതായത് ഖത്താറിനെ ആക്രമിച്ചാൽ അമേരിക്കയെ ആക്രമിക്കുന്നത് പോലെ ഇരിക്കും. അതേപോലെ തന്നെ സൗദിയുടെ ഡിമാൻഡ്. അപ്പോൾ ആ ഡിമാൻഡ് വെക്കുകയും പിന്നെ മറ്റൊരു ഡിമാൻഡ് വെച്ചു, F-35 എയർക്രാഫ്റ്റ് ഫൈറ്ററാണ്, 40 സൗദിക്ക് വേണം. ഈ 2 ഡിമാൻഡും മുപ്പിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ വെച്ചൊരു ഡിമാൻഡാണ് ഈ പറയുന്ന അക്കോർഡിൽ ഒപ്പിടണം. അപ്പം നേരത്തെ ഈ F-35 ഡിമാൻഡ് വന്നു കഴിഞ്ഞ സമയത്ത് ഈ സൗദി അറേബ്യ ചൈനയിൽ നിന്നും വെപ്പൺസ് വാങ്ങുന്നത് ഇഷ്ടംപോലെ ചൈനീസ് സയൻറ്റിസ്റ്റുകൾ സൗദിയെ സഹായിക്കാൻ വേണ്ടി സൗദി അറേബ്യയിലുണ്ട്. ഇതിൻ്റെ ടെക്നോളജി ലീക്കാകുമെന്നുള്ള ധാരണയൊക്കെ അമേരിക്കൻ കോൺഗ്രസിലും സെനറ്റിലും വലിയ ഇഷ്യൂ ആയി. അതിൻ്റെ പേരിലാണ് F-35 കൊടുക്കാതിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് കൊടുക്കുന്നതിൻ്റെ അകത്ത്, അതായത് പെൻറ്റഗൺ അപ്രൂവ് ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് അപ്രൂവ് ചെയ്ത് ഈ കോൺഗ്രസും കൂടെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ F-35 സൗദിക്ക് കൊടുക്കും. അപ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് 10-11 വർഷം കൊണ്ടാണ് ഇത് മുഴുവൻ 40 യൂണിറ്റ് കൊടുക്കേണ്ടത്. അതേപോലെ മോസ്റ്റ് മോഡേൺ വെപ്പൺസ് കൊടുക്കും. സൗദിക്ക് പ്രൊട്ടക്ഷനും ഈ പറയുന്ന F-35 കൊടുക്കുമ്പോൾ അവർക്ക് ഉറപ്പ് വേണം, അമേരിക്കയ്ക്ക് ഉറപ്പ് വേണം, ഈ സാധനങ്ങളൊന്നും ഇസ്രായേലിന് വേണ്ടി യൂസ് ചെയ്യരുത്. അതിൻ്റെ പേരിൽ ഈ എബ്രഹാം അക്കോർഡിൽ സൗദി ഒപ്പിട്ടു. ഇപ്പോൾ സൗദിയും കൂടെ എബ്രഹാം അക്കോർഡിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേലിൻ്റെ പഴയ പോലെയുള്ള റിലേഷൻഷിപ്പ് അല്ലേ, ട്രേഡും മറ്റുള്ള പരിപാടികളൊക്കെയാണ് മുന്നോട്ട് പോകും. അതായത് ഓപ്പൺ ആവും. ഇത് ഒപ്പിടുന്നൊരു സാഹചര്യം വന്ന സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഇസ്രായേലുമായിട്ട് ആ ഒരു സമയത്താണ് ഹമാസ് കയറി ആക്രമിക്കുന്നത്. ഇപ്പം ഇന്നലത്തെ ജോയിൻറ്റ് പ്രസ് കോൺഫറൻസിനകത്ത് സൗദി കിങ് പറഞ്ഞത് 2 സ്റ്റേറ്റ് പോളിസി ഇസ്രായേൽ അംഗീകരിക്കണം. അല്ലാതെ ഈ പറയുന്ന സൗദിക്ക് വലിയ ഡിമാൻഡൊന്നുമില്ല. ഈ 2 സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് അമേരിക്കൻ പറയുന്ന സംഭവം.
അപ്പം ഇതേ ഉള്ളൂ അവരുടെ ഡിമാൻഡ്. അല്ലാതെ അവരുടെ ഡിമാൻഡ്, സൗദി അറേബ്യയുടെ ഡിമാൻഡ് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, അവരെ ആരും കയറി ആക്രമിക്കരുത്, അതിന് സെക്യൂരിറ്റി കവർ അമേരിക്ക കൊടുക്കണം. അതേപോലെ ആയുധങ്ങൾ കൊടുക്കണം. അമേരിക്ക അവരുടെ ട്രേഡിൽ മുൻപന്തിയിൽ വരണം. കാരണം അവരുടെ ഫോസിൽ ഫ്യൂവലിൻ്റെ സെയിലും മറ്റുള്ള കാര്യങ്ങളും ഒരു കാരണവശാലും പ്രശ്നമുണ്ടാകരുത്, കിങ്ഡത്തിന് പ്രശ്നമുണ്ടാകരുത്. ഇത്രേ ഉള്ളൂ സൗദിയുടെ ഡിമാൻഡ്. അതായത് മനസ്സിലാക്കേണ്ടത്, അമേരിക്കൻ പ്രസിഡന്റും സൗദിയുമായിട്ടുള്ള ഈ കരാറ് വരുമ്പോൾ, അതായത് ചരിത്രത്തിലാദ്യമായിട്ട് അമേരിക്കയും സൗദിയുമായിട്ടും വളരെ ക്ലോസ് റിലേഷൻഷിപ്പിലോട്ട് അങ്ങ് പോവുകയാണ്. അതിന് പ്രത്യേകത എന്ത്? മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യയിൽ പ്രത്യേകിച്ച് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ സൗദിക്ക് ഇതിൻ്റെ പ്രാധാന്യമുണ്ട്. കാരണം പല രാജ്യങ്ങളെ സാമ്പത്തികമായിട്ടും വളരെ റിച്ചാണ്. ഈ പറഞ്ഞ മക്ക, മദീന, ഇസ്ലാമിക വിശ്വാസികളുടെ ഏറ്റവും വലിയ രാജ്യം സൗദി അറേബ്യ തന്നെയാണ്, ഹോളിയാണ്. ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. അതോടുകൂടി ഇസ്രായേൽ അവിടെ അൺഡിസ്പ്യൂട്ടഡ് സംഭവമാവുകയാണ്. ആർക്കും പിന്നെ ആ രാജ്യത്തോട്, അതായത് നേരത്തെ ജോർദാനും ഈജിപ്തും ഈ കരാറുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ട്രേഡും പരിപാടിയൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇതോടുകൂടി ട്രേഡും പരിപാടികളും അല്ല, സാധാരണ ഒരു സംഭവം അയൽവാസി രാജ്യം എന്ന നിലയിൽ ഇസ്രായേലിനെ ട്രാൻസ്ഫോം ചെയ്യുക, ഇത് തന്നെയാണ് ഈ ട്രംപിൻ്റെ ആഗ്രഹം. അത് നടക്കുകയാണ്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയാൻ. എന്നിട്ട് ട്രംപിൻ്റെ ബിസിനസ് ആലോചിച്ച് നോക്കുക. നേരത്തെ സൗദി അറേബ്യ 600 ബില്യൺ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് 1 ട്രില്യൺ ആക്കി മാറ്റി. $1 ട്രില്യൺ. $1 ട്രില്യൺ എന്ന് പറഞ്ഞ് 85 ലക്ഷം കോടി രൂപയാണ് സൗദി അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ വായിച്ച് നോക്കുമ്പോൾ എന്താ പിടികിട്ടുന്നത്? നമ്മൾ ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ ഡീൽ ചെയ്യാൻ. ഇപ്പം നമുക്ക് ഇത്രയും പണം കൊടുത്തും ഈ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നും അമേരിക്ക പ്രീതിപ്പെടുത്താനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷേ സൗദി ചെയ്ത സംഭവം മനസ്സിലായി. അമേരിക്ക അവരുടെ എല്ലാമായിട്ടും കൈവച്ചു. ഇനി മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ക്രൂഷ്യൽ പോയിന്റ്. സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള ഡീലിൻ്റെ പുറകെ അമേരിക്കയായിരുന്നു. അതായത് സൗദിയെ ആക്രമിച്ചാൽ പാകിസ്ഥാനെ ആക്രമിക്കുന്നത് പോലും, പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദിയെ ആക്രമിക്കുന്നത് പോലും. ഇതിനകത്ത് സൗദിയുടെ പട്ടാളക്കാർ ഇവിടെ വരുമെന്നല്ല ഇതിൻ്റെ ഉദ്ദേശം. ആ സമയത്ത് സൗദിക്ക് പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുക്കുക, അമേരിക്കൻ ആയുധങ്ങൾ കൊടുക്കുക. അതായത് അമേരിക്കയ്ക്ക് ഡയറക്റ്റായിട്ട് പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കണ്ട, അവർ സൗദിക്ക് കൊടുക്കണം, അത് അമേരിക്കയ്ക്ക് കൊടുക്കും. ഇതാണ് പൊട്ടൻഷ്യലായിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന കഴിഞ്ഞ 5 മാസം കൊണ്ടുണ്ടായ പ്രശ്നമാണ് ഇതെല്ലാം രൂക്ഷമാക്കിയത്. അപ്പം അതിലോട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം ഇത്രമാത്രം ഇന്ത്യക്കാരൻ മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ടൈം UAE-യുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ബന്ധം, അതായത് ഇസ്രായേൽ അൺഡിസ്പ്യൂട്ടഡായി മാറി. സൗദി ഉൾപ്പെടെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഇവരെ അംഗീകരിച്ചു. അതാണ് അമേരിക്കൻ ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സൗദി ഗെയിം ചെയ്തു. അവർക്ക് കംപ്ലീറ്റ് സെക്യൂരിറ്റി കവർ F-35, അതായത് അമേരിക്കയുടെ നിന്നും കിട്ടും. അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ആ നേഷൻ കംപ്ലീറ്റ് സെക്യൂർഡ് ആയിരിക്കും. അതേപോലെ അവരുടെ ബിസിനസ് ഇൻട്രസ്റ്റ് ആയ ഓയിൽ, അതുമായി ബന്ധപ്പെട്ട പാരീസ് ക്ലൈമറ്റ് എല്ലാം എടുത്ത് ട്രംപ് എടുത്ത് ദൂരെ കളഞ്ഞു. ഓയിൽ ഫോസിൽ ഫ്യൂലിൽ കൂടെ പോകണം. അതായത് സൗദിയുടെ മാർക്കറ്റും അവരുടെ എക്കോണമി അമേരിക്ക പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ അമേരിക്കയ്ക്ക് ഹ്യൂജ് ആയിട്ടുള്ള ബിസിനസ് ഇതാണ് ഉണ്ടായത്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ് അമേരിക്കയെ ഡീൽ ചെയ്യേണ്ടതെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ തന്നെ കാണിച്ചു തരികയാണ്. അതാണ് നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്, പ്രസിഡന്റ് ട്രംപിനെ അമേരിക്ക എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് ആദ്യം പഠിക്കണം, അതിനുശേഷമാണ് ഫർദർ എല്ലാം ചിന്തിക്കേണ്ടത്. അവിടെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും മോദി ഗവൺമെൻറ് ഫ്ലോപ്പായി പോയത്. ഇതിനകത്ത് നേട്ടം എന്താ? സൗദിക്കും കിട്ടി, അമേരിക്കയ്ക്കും കിട്ടി. മറ്റുള്ള, അതായത് ഈ പറയുന്ന ഇറാനാണെങ്കിലും മറ്റുള്ള ചില ഇസ്ലാമിക രാജ്യങ്ങളും അവർ ഒരു ഗുണ്ടവും കിട്ടിയില്ല, അവർ നാശമായി പോവുകയും ചെയ്യും. ഇതാണ് അൾട്ടിമേറ്റ്. ആരുടെ വിജയമാണ്? ജോയിൻ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പലതും നേടാം. അടിച്ചും പ്രശ്നങ്ങളുമായിട്ടും വിശ്വാസക്കുറവ് വന്നു കഴിഞ്ഞാൽ നേട്ടം പോകുന്നത് നമ്മുടെ തന്നെയാണ്. അതാണ് ഈ സൗദി അറേബ്യ അമേരിക്ക റിലേഷൻഷിപ്പിന് നമുക്ക് കാണുവാൻ കഴിയുന്നത്.